എന്റെ അമ്മേ. എനിക്കറിയാടാ, ഞാൻ പോകുന്നതില് നിനക്ക് വല്ലാത്ത വിഷമമുണ്ടെന്ന്. അതെ, നീ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ചാണകം മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് ചുമക്കണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സത്യം. എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഞാൻ ഇവിടുന്ന് ചാടി രക്ഷപ്പെട്ടേനെ. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. ഇന്നാള് പത്രത്തിൽ കല്യാണ പരസ്യം തപ്പുന്നതിനിടയ്ക്ക് ഒരു പരസ്യം കണ്ടു. ധനികനായ ഒരു മധ്യവയസ്കന് സഹായി ആവശ്യമുണ്ടെന്നും പറഞ്ഞു. ചുമ്മാതൊരു കത്ത് ഞാനും അങ്ങ് അയച്ചു. വരുവാന്നേൽ നല്ലൊരു ജോലി ഒപ്പിച്ച് തരുമെന്നും ചോദിച്ചോണ്ട് ചെല്ലാൻ മറുപടി വരെയും ചെയ്തു. താണ്ട അയാളുടെ കത്ത ഒരു ഗണപതി അയ്യാർ. കൈയിരുന്നോട്ടെ, ആളെ കണ്ടുപിടിച്ച തോട്ടപ്പണിയെങ്കിലും കിട്ടിയെങ്കിലോ. നീ ഇങ്ങനെ നോക്കല്ലേ, എനിക്ക് പിന്നെ കരച്ചിൽ വരും. ഇത് പോസ്റ്റ് ബോക്സിൽ വന്നത്. ഇന്നലത്തെ അത്ര വെയിറ്റ് ഇല്ലല്ലോ ഇത്. ഇതേ ഈ അഡ്രസ്സിൽ വന്നത്. താങ്ക് യു. കഷ്ടപ്പെട്ട് ചോന്നുകൊണ്ട് വരുന്നതിൽ വല്ല ഗുണമുണ്ടോ സാറേ? പിന്നെ ഗുണമുണ്ടല്ലോ നിങ്ങളുടെ തപാൽ വകുപ്പിന്. ഊത്തുപലാക്ഷൻ യാത് തന്നെയാണ് എന്നെ ഊത്തുകാരനാക്കിയത്. ഈ കത്തിൽ നിറയെ അക്ഷരത്തെറ്റുകൾ മാത്രമേ ഉള്ളൂ എങ്കിലും എന്തോരം സന്തോഷം തരുന്നതാണ് ഈ കത്ത്. ഉണ്ണികൃഷ്ണ, നിന്റെ ഈ ഊത്തുപലാക്ഷൻ വൈകുണ്ഠത്തിലെത്തിയടാ. ഞാൻ ഉൽപ്പലാക്ഷനാണ്, എന്നെ അകത്തേക്ക് കയറ്റി വിടാ. സത്യം പറ, സാറ് രണ്ടുപേരല്ലേ? ഇനി ഇടിക്കരുത് സാർ. ഇനി എന്നെ ഇടിച്ച് എന്റെ മുഖകാന്തി മാറ്റുന്നതിന് മുമ്പ് ഉണ്ണികൃഷ്ണനെ ഒന്ന് വിളിക്കണം പ്ലീസ് സാർ. ഇല്ലെങ്കിൽ അവന് പോലും എന്നെ മനസ്സിലായില്ലെന്ന് വരും. അതെ, 100-150 കിലോമീറ്റർ ബസ്സിന് സീറ്റ് കിട്ടാതെ ഒറ്റക്കാലിൽ നിന്ന് വന്നവനാണ് ഞാൻ. ഉണ്ണികൃഷ്ണ, ഞാൻ വന്നടാ, ഇറങ്ങി വാടാ. ഇനി ആ കുന്ത്രാണ്ട താൻ തന്നെ കൈ വെച്ചോണ്ടാ മതി. എന്ത് നിസ്സാര കാര്യം ഉണ്ടെങ്കിലും അപ്പ വിളിച്ചോളൂ ആ സെക്യൂരിറ്റി. ഞാൻ വരട്ടേടോ. ഓക്കെ. ഇരിക്കടോ. എന്താ തന്റെ മുഖത്തൊരു വല്ലായ്മ? അതല്ല സാർ, ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്തോന്ന്? നമുക്കിവിടെ ഒരു സഹായിയുടെ കൂടെ കുറവില്ലേന്ന്. എന്തിന്? എനിക്കൊരു ചങ്ങാതിയുണ്ട്, പാവ, നല്ലവനാ, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അവനെയും കൂടെ ഇങ്ങോട്ട്. നോ, ഒൺലി യു ആൻഡ് മീ. നമുക്കിടയിൽ മൂന്നാമതൊരാളുടെ ആവശ്യമില്ല. മനസ്സിലായോ? എന്തോന്ന്? യു മീനും കഴുത്തിയത് വിട്. വണ്ടിയല്ല തലതിരിഞ്ഞ പോണ്. അവനെ വിടാൻ. യവൻ മഹാ കള്ളനാ സാറേ. യവൻ എന്റെ കണ്ണ് വെട്ടിച്ചിട്ട് അകത്തേക്ക് വരാൻ ശ്രമിച്ചു. യവനെ ഞാൻ വിളിച്ചു വരുത്തിയതാ. താമിട് എന്നപ്പടി പോ. ഈ സ്വീകരണമല്ല നീ നീ ഏർപ്പാടാക്കി. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഹായ്, ഈ വൈകുണ്ഠത്തിൽ നിനക്ക് സുഖവാസമാണല്ലേ? കൊട്ടാരം ഒന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പതേ നേരിട്ട് കണ്ടു. ഈ കൊട്ടാരത്തിൽ തോഴിമാരുണ്ടോടാ? തൊഴിയുണ്ടാവും. എടാ, ഇനി ഞാൻ എങ്ങോട്ടുമില്ല. ഇതാണ് എന്റെ തറവാട്. ഒരുപക്ഷെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ദേ ഈ തിരുമുറ്റത്ത് ഒരു കുഴി കുത്തി എന്നെ അവിടെ ഇട്ട് മൂടണം. എടാ, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ദേ വരുന്നു. ഈ കൊട്ടാരത്തിൽ സിനിമാ തിയേറ്റർ ഉണ്ടല്ലേ? ദേ ബെല്ലടി കെട്ടി. എടാ, അതെന്നെ വിളിച്ചതാ. നീ തൽക്കാലം പോയിട്ട് അകത്ത് വിശ്രമിക്കാം. പോടാ. എടാ, നീ എടുത്തു ചാടി അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് മാറ്റി കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കാം. നീ തൽക്കാലം ഈ കർട്ടന്റെ പിന്നിൽ ഒളിക്ക്. മറച്ചോ നിന്ന് അത് ഞാൻ തരില്ല. പെട്ടിയെടുത്ത് കളയരുത്. അതിനകത്ത് വിലപിടിപ്പുള്ള ജാട്ടിയിരിക്കുകയാണ്. ഇവിടെ വരുന്നോണ്ട് ഞാൻ 10 രൂപയ്ക്ക് 4 വാങ്ങിച്ചതാ. കൃഷ്ണ, ദാ വരുന്നു. നീ ഇത് എവിടെയായിരുന്നു കൃഷ്ണ? അല്ല, അത് വീട്ടിനകത്തോട്ടൊരു ചാവാലിപ്പട്ടി കയറാൻ നോക്കിട്ട് ഞാൻ എന്നെ അടിച്ചോടിക്കായിരുന്നു. ചാവാലിപ്പട്ടി നിന്റെ അമ്മായിയുടെ. നീ ഈ ബട്ടൺസ് ഒന്നിട്ടേ. എടാ, മറഞ്ഞു നിൽക്കാൻ. എന്താ ഒരു ശബ്ദം? കൃഷ്ണ, ആരോ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ആരുമില്ല. എല്ലാ പുല്ലും തട്ടി
അല്ലേ ഞാൻ ചോദിക്കാം ആരാ അവിടെ? ഇവിടെ ആരുമില്ലെന്ന് പറയടാ. കൃഷ്ണ നീ മാറിക്ക്. ആരടാ? ആരാന്നാ ചോദിച്ചത്? തോക്ക് ഇതാക്കി മാറിക്ക്. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാം. അയ്യോ, ബെസ്റ്റ്. സോറി സാർ. കൃഷ്ണ നീ മാറിക്ക്. കൊല്ലരുത് സാർ. കൃഷ്ണ നീ മാറിക്ക്. ഇവനാരാ ഇത്? സാർ വേണ്ട. കൃഷ്ണ മാറിക്ക്. കൃഷ്ണ വേണ്ട സാർ വേണ്ട. എടാ ദുഷ്ട, നീയായിരുന്നോ? എടാ സാറിന്റെ നഖം വെട്ടാനും ഷേവ് ചെയ്യാനും ഷേവ് ഞാൻ തരിച്ച് ചെയ്തോളാം. അല്ല തലമുടി വെട്ടാനും ഒരുത്തം വേണമെന്ന് പറഞ്ഞ് നിന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത് ശരി തന്നെ. പക്ഷെ അതിന്റെ പേരിൽ ഇതിനകത്ത് കയറി നാശനഷ്ടം വരുത്തി വെച്ചാലുണ്ടല്ലോ. എടാ കൃഷ്ണ, എടാന്നു അടിച്ചടിച്ചു നിന്നെ കൊണ്ടുവിടും. കൃഷ്ണ മതി. എടോ തന്നെ ആവശ്യമുള്ളപ്പോ വിളിച്ചോളാം. അപ്പൊ കത്തിയോ എന്നാന്നാ വെച്ചപ്പാ. താനിപ്പോ ഒന്ന് ഒഴിവായാ മതി. പോടോ. അല്ല, അങ്ങനെ അവനെ വിട്ടാ പറ്റത്തില്ല സാർ. ഇവൻ ഇവിടെ ഉണ്ടാക്കി വെച്ച നാശനഷ്ടത്തിന് ജീവിതകാലം മുഴുവൻ ഇവിടെ പുറത്ത് തൂമ്പാപ്പണി എടുത്തിട്ട്. എന്റെ പൊന്നു കൃഷ്ണ, ഇവനെ അകത്തും പുറത്തും നിർത്താൻ കൊള്ളില്ല. ഇവന്റെ ലക്ഷണം കണ്ടാൽ തന്നെ അറിയാൻ പാടില്ല. നീ ഒന്ന് ഒഴിവായിത്താടാ. പോടാ. ഒന്ന് ഇറങ്ങി പോടാ ക്നാപ്പാ. എന്റെ കൃഷ്ണ. അല്ല സാർ, ഓരോ മാരണങ്ങൾ വന്ന് കേറുന്നതേ. എന്തായാലും 10-20 വർഷം കൊണ്ട് കാണാത്ത ഭാര്യ മോളെ കണ്ടിട്ട് ചാകാന്നുള്ള അങ്ങേരുടെ ഭൂതി നടക്കുമെന്ന് എനിക്ക് ഏതായാലും തോന്നുന്നില്ല. കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയാതെ. എങ്ങനെ പറയാതിരിക്കും? ഗണപതി സാറിന്റെ സ്വന്തം കൂട്ടുകാരനെ വരെ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്തോരം നമ്മൾ അലഞ്ഞതാ. അങ്ങേരുടെ പേര് എന്ത് നമ്പ്യാതിരി? നമ്പ്യാതിരി അല്ല, പിന്നെ നമ്പൂതിരി. ഈശ്വരൻ നമ്പൂതിരി. എടാ ഐഡിയ, പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ? ഗണപതി സാറ് ഭാര്യ മകളെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ സാർ കുറെ പയറ്റി നോക്കിയതാ. അതിന്റെ പേരിൽ കുറെ കാശ് പോയതെന്ന് വെച്ചാ. അപ്പൊ ആ വഴി അടഞ്ഞു. ഞാൻ നോക്കിയിട്ടെ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്ത് വഴി? ഒരമ്മയും മോളെ സംഘടിപ്പിച്ചു കൊടുക്കും. അതിന് വേണ്ടിട്ടല്ലേ നമ്മൾ ഇത്രയും നാൾ കറങ്ങി നടന്നത്. ഇതുവരെ ഒന്നും കിട്ടിയില്ലല്ലോ. എടാ ഞാൻ ഉദ്ദേശിച്ചതേ ഒരമ്മയും മോളെയും സെറ്റപ്പ് ആക്കി കൊടുക്കുക. ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ്. ഓ, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാടാ മന്ദബുദ്ധി. എന്ത്? എടാ പിന്നെ പണ്ട് അങ്ങേരക്ക് ആ സ്ത്രീയെ നല്ല രീതിയിൽ അറിയാന്നുള്ളതുകൊണ്ടല്ലേ അതിലൊരു കുഞ്ഞുണ്ടായത്. ഇനി വേറൊരു സ്ത്രീയെ ഭാര്യ വേഷം കെട്ടിച്ച് അങ്ങേരെ അടുത്തുകൊണ്ട് പോയാൽ അങ്ങനെ വിശ്വസിക്കോ? എന്നാ അമ്മ വേണ്ട, മോള് മതി. കറക്റ്റ്. അമ്മ ചിക്കൻ കുനിയ വന്ന് ചത്തുപോയി, അങ്ങനെ പറയാം. അങ്ങനെ ഒരു മോളെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സന്തോഷത്തിൽ അദ്ദേഹത്തിന്റെ അസുഖം എല്ലാം ഭേദമാവും. പിന്നെ അതിനുവേണ്ടി നമ്മൾ കാണിക്കുന്ന ഈ ചെറിയ കള്ളത്തരം അത് ദൈവം പൊറുക്കൂടാ. പക്ഷെ അങ്ങനെ ഒരു മോളെ എവിടുന്ന് കിട്ടും? അതൊരു പ്രശ്നമേ അല്ല. ഇങ്ങോട്ട് നോക്കെ, ഞാനുണ്ടാ, ഞാൻ റെഡി ആക്കും. ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ. വെള്ളം. അതിനാണോ നീ കിടന്ന് കീറി പൊളിച്ചത്? ഞാൻ കുടിച്ചിട്ട് വരട്ടെ. എടാ, എടാ, അത് ചായയുടെ തിളപ്പിച്ച വെള്ളമായിരുന്നു. വരെ പൊള്ളി. നീ തണുപ്പ് വേണ്ട, ഞാൻ കോള കുടിക്കാം. ഒടുക്കത്തെ തലവേദനയ്ക്ക് ഒരു കടിഞ്ചായ കുടിക്കാന്ന് വെച്ചപ്പോ നീ അത് തുപ്പിയും കളഞ്ഞു. എന്നാ തണുത്തോളം. തണുത്താണെന്ന് നോക്കട്ടെ. തണുത്ത് തരാം. എടാ നീ അറിഞ്ഞ തേടിയ കാല് വള്ളി ചുറ്റി. എടാ ഗണപതി സാറിന്റെ മകളാകാൻ പറ്റിയ ഒരെണ്ണത്തിന് ഞാൻ പോക്കി. അതേടാ, കണ്ടാ ഗണപതി സാറിന്റെ മകളല്ലാന്ന് ഒരു കണ്ണുമുട്ടനും പറയില്ല. എന്നിട്ട് എവിടെ? എടാ താഴെ ഹാളിൽ വെയിറ്റ് ചെയ്യുന്നു. പോയാ എവിടുന്ന് കിട്ടി? ഞാൻ കുഴിച്ചെടുത്ത്. എടാ അതൊക്കെ വിശദമായിട്ട് പിന്നെ പറയാം. ആളെങ്ങനെയുണ്ട്? ബാക്കി നോക്കേ, ഫ്രണ്ടിൽ നിന്ന് എങ്ങനെ? എന്താ നിന്റെ ഉദ്ദേശം? എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ അതിനൊന്നും സമ്മതിക്കില്ല. ഗണപതി സാറിന്റെ മോളെന്ന് പറയുമ്പോ ഒരു എടുപ്പൊക്കെ വേണ്ടേ? അതാ ഞാൻ ചോദിച്ചത്. അല്ലാതെ നീ. ഞാൻ വിചാരിച്ചു. എന്നാലും ആ നല്ല മനുഷ്യന് നീ ഇപ്പൊ ചെയ്ത ഈ ഉപകാരം ഉണ്ടല്ലോ, ദൈവം നിനക്ക് കൂലി തരും. താങ്ക് യു. അപ്പോ സാറിനോട് പറയാലോ? പറയാം. എടാ ഇനി സാറിന് കണ്ടിഷ്ടപ്പെട്ട് മോളായിട്ട് അംഗീകരിച്ച് കഴിയുമ്പോ എവള് നമ്മുടെ അടുത്ത് മുട കാണിക്കൂ? ഇതൊരു പാവ കന്യാസ്ത്രീ അല്ലേ? നീ കന്യാസ്ത്രീയാണോ പിടിച്ചോണ്ട് വന്നേക്കുന്നത്? കന്യാസ്ത്രീ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അഹങ്കാരവും ജാടയും കുഴിത്തുരുമ്പൊന്നും ഇല്ലാത്ത ഒരു പാവം കന്യകയായ സ്ത്രീ എന്നാണ് ഉദ്ദേശിച്ചത്. എന്നാ ഇനിയിപ്പോ വൈകിക്കാണ്ട് നീ എവിടെങ്കിലും മാറി നീ. ഞാൻ പോയി സാറിനോട് പറഞ്ഞിട്ട് വരാം. എങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എനിക്ക് അവളെ ഇവിടെ കൊണ്ടുവരാമെങ്കിൽ ഈ വിവരം ഞാൻ തന്നെ സാറിനോട് പോയി പറയാം. നീ പോയി പറയാനോ? എടാ നിന്നെ ഇവിടെ കണ്ടാലുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇന്നലെ ഉച്ചയ്ക്ക് മണിയടിച്ചപ്പോ ഞാനല്ലേ ചൂടുവെള്ളമായിട്ട് പുള്ളിയുടെ അടുത്ത് പോയത്. അപ്പൊ അയാള് പച്ചക്ക് എന്റെ മുഖത്തൊക്കെ ചോദിക്കുക, നിന്നോടൊപ്പം ഉള്ള ഒളിച്ച താമസമൊക്കെ സുഖം തന്നെ അല്ലേന്ന്. ഞാൻ അവിടെ ഒന്ന് ഒരേ ചിരി. എന്നാലും ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാൻ തന്നെ പോയി പറയുന്നതിന്റെ ശരി. എന്നിട്ട് വേണം അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ നിനക്ക് തട്ടിയെടുക്കാൻ. മോനെ, പോപ്പിനെ നീ കുർബാന ഓതാൻ പഠിപ്പിക്കല്ലേ. ഞാൻ തന്നെ പോവും. അവിടെ പോക്കുണ്ട്. അയ്യോ വെടി, എനിക്ക് പേടിയാ. എന്നാലും പോവും. ഹായ് കുട്ടി, അവിടെ നിൽക്കേ.
എടി എടി നീയാണോ ഇവിടെ മോളായിട്ട്